ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചോ? നമ്മുടെ ഇവിടെ കുഞ്ഞാഘോഷങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഇവിടെ പൊതുവെ ക്രിസ്മസ് ചെറിയ രീതിയിൽ ആഘോഷിക്കാറുള്ളൂ. ചെറുതായിട്ട് കേക്ക് കട്ട് ചെയ്ത് ചെറുതായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെ ചെറിയൊരു ആഘോഷമായിരുന്നു. ഇന്ന് 26-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരുടെയും ലീവൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ 2 ദിവസം ലീവ് ഓഫീസിൽ പോകേണ്ടവരൊക്കെ ഇന്ന് പോകേണ്ടി വരുമായിരിക്കും അല്ലേ 26-ാം തീയതി. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വട്ടയപ്പത്തിനുള്ള മാവൊക്കെ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി നേരെ പോയിട്ട് വട്ടയപ്പം ഉണ്ടാക്കണം. നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ. എന്നാൽ 2 ദിവസം ക്രിസ്മസിൻ്റെ തലേദിവസത്തേക്ക് വെച്ച് നോക്കുമ്പോൾ തണുപ്പ് കുറവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തണുപ്പുണ്ട്. ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു, അതിൻ്റെ ഒരു മാറ്റമുണ്ട്. മൂടൽ കുറവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നല്ല മഞ്ഞ് മൂടലുണ്ടാവും. ചെറിയൊരു മാറ്റമുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പോയിട്ട് കഴിക്കാനായിട്ടുണ്ടാക്കട്ടെ. കുഞ്ഞ് നല്ല ഉറക്കമാണ്. അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ. നമ്മുടെ പുൽക്കൂടൊന്നും മാറ്റിയില്ല കേട്ടോ, അങ്ങനെ തന്നെ ഉണ്ട് ഇവിടെ. പുൽക്കൂട് ഉണ്ണീശും ഒക്കെ ഉണ്ട്. നമുക്ക് ന്യൂ ഇയറും കൂടെ കഴിഞ്ഞിട്ടെടുത്ത് മാറ്റാം കേട്ടോ. അത് അതേപോലെ തന്നെയൊക്കെ ഉണ്ട്. മണി പ്ലാന്റ് മാത്രമൊക്കെ ഉള്ള ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞ് കിടക്കുന്നത്, ബാക്കിയൊക്കെ അതേപോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കട്ടെ. ഒരു ചായയൊക്കെ വെച്ച് നല്ല ചൂട് ചായ കൂടെ കുടിക്കട്ടെ, നല്ല തണുപ്പല്ലേ. ഇപ്പോൾ തീ പിടിപ്പിച്ചു. അപ്പം നമുക്കിനി ഇഡലിപ്പാത്രം അടുപ്പത്ത് വെക്കാം, കരി പിടിക്കാതിരിക്കാനായിട്ട്. നമ്മുടെ ഈ തട്ടും അടുപ്പത്ത് വെക്കാം, ആദ്യം അടുപ്പിൽ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഡലിപ്പാത്രം എടുത്ത് വെക്കാം. അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേഗം വിട്ടുപോരും, പ്ലേറ്റിലും അല്ലാതെ അങ്ങ് ഒട്ടി പിടിക്കത്തില്ല. 2 പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് എണ്ണ എല്ലാ സൈഡിൽ കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഈ വട്ടയപ്പത്തിൻ്റെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എത്ര കട്ടിക്ക് വേണോ അതിനനുസരിച്ചാണ്. വെള്ള മാവാട്ടോ, നമ്മൾ ശർക്കരയല്ല ഇട്ടേക്കുന്നത്, പഞ്ചസാരയാണ്. ശർക്കര ഉണ്ടായിരുന്നില്ല, പിന്നെ നമ്മൾ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചാൽ എപ്പോഴും ശർക്കര വെച്ചിട്ടാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുക. പഞ്ചസാര വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട്. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലും കൂടി ഒഴിക്കട്ടെ ഇനി. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. നമുക്ക് ആദ്യം ഒരു വട്ടയപ്പത്തിൻ്റെ ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് പാത്രത്തിൽ വെച്ച് കൊടുക്കുക. നല്ല ചൂട് പൊന്തി വരുന്നുണ്ട്, കയ്യിലൊക്കെ ആവി വരിക. രണ്ടാമത്തെ വെക്കാനായിട്ട് രണ്ടാമത്തെ തട്ടില്ലേ ഇഡലിപ്പാത്രത്തിൻ്റെ, അത് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വന്നിട്ട് വെക്കാനായിട്ട്, എന്നാലേ ആവി കയറത്തുള്ളൂ. ഇപ്പോൾ 2 വെക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ 1 വെക്കാനായിട്ട് പറ്റുള്ളൂ. വലിയ പ്ലേറ്റിൽ, നമ്മൾ വലിയ പ്ലേറ്റിൽ അതിൽ 1 വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 വെക്കാമെന്ന് വെച്ചിട്ട് ഇതിൽ വെച്ചു. ഇനി മാവ് ഒരു 1.5 വട്ടയപ്പത്തിനും കൂടെയുള്ള മാവുണ്ട് കേട്ടോ. അപ്പോൾ ഇതിരുന്നാവട്ടെ. വട്ടയപ്പത്തിൽ കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടം മുന്തിരി ഇട്ട് കൊടുത്താൽ. മുന്തിരി ഈ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാൽ അധികം മുന്തിരി മാത്രമേ പറിക്കത്തില്ല. ചിലപ്പോൾ മുന്തിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടപ്പെട്ടാലോ. ആളെ പറ്റിക്കാനുള്ള ചില പരിപാടികളാണ് ഇതൊക്കെ. കുറച്ച് മുന്തിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. കാണാൻ രസമുണ്ട്. ഒന്നിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നിലിടുന്നില്ല. ഭയങ്കര പുളിയായി പോയാലോ മുന്തിരി ഇട്ടിട്ട്. കുറച്ചൊന്നും ആയിട്ടാട്ടോ, അല്ലെങ്കിൽ മുങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് ആവി കയറിയിട്ടാട്ടോ മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. 2-3 അണ്ടിപ്പരിപ്പുണ്ട്. അന്ന് നമ്മൾ പായസം വെക്കാൻ വേണ്ടി ഉണ്ണിയാൻ്റെ പിറന്നാളിന് പായസം വെക്കാമെന്ന് വെച്ച് വാങ്ങിയതായിരുന്നു. അന്ന് പായസം വെക്കലും നടന്നില്ല. അപ്പം അതിൻ്റെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു അട ഉണ്ടാക്കിയില്ലായിരുന്നോ, അതിനും അത് തന്നെയായിട്ട് എടുത്തത്. കുറച്ചധികം വാങ്ങിയിട്ടായിരുന്നു. ഇത് അടച്ചു വെച്ചിട്ട് ഇരുന്ന് നന്നായിട്ട് വേവട്ടെ. എന്നാൽ തീയൊക്കെ കത്തിച്ച് കൊടുക്കട്ടെ. ഈ പെണ്ണ് കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ വേവിച്ചെടുക്കട്ടെ. മുറ്റമൊന്ന് അടിച്ചിടട്ടെ. മുറ്റത്ത് കുറേ പണിയുണ്ട് കേട്ടോ, കുറേ സാധനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണ്ണിയാൻ്റെ പണി സാധനം വെക്കുന്ന ഷെഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടിട്ട മെറ്റിലും പാറപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതല്ലാതെ കുറച്ച് അല്ലറ ചില്ലറ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ സൈഡിൽ ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തുളസി, പിന്നെ അവിടെ കിടന്ന് മഞ്ഞളൊക്കെ മുളച്ചിട്ട്, പിന്നെ അതും ഇതും കുറേ വള്ളിച്ചെടികൾ അങ്ങനെയൊക്കെ മുളച്ചിട്ട്, മൊത്തത്തിൽ പയറും കുറേ സാധനങ്ങൾ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിന്നോട്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് വൃത്തിയാക്കി അതൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താലോ കേട്ടോ.
ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ 2-3 ചെടി ഇന്നലെ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2-3 ചെടിയും ഓലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടി എവിടെയെങ്കിലും നട്ടും വെക്കണം. അപ്പോൾ ഇതൊന്ന് മണ്ണിളക്കി കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ നിൽക്കുന്ന ചെടി കുറച്ച് വളരും. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ബ്ലോസം എന്നാണ് അതിനെ പറയാമെന്നറിയില്ല. എപ്പോഴും നിറയെ പൂണ്ടായിട്ട് വേഗം പോകുന്നൊരു ചെടിയില്ലേ, നമ്മുടെ ക്രിസ്മസ് പുൽക്കൂടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാനത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ കുറച്ച് വിത്തിരിപ്പുണ്ട് അവിടെ. അപ്പോൾ അതൊന്ന് പാകിയിട്ട് നല്ലപോലെ മണ്ണിളക്കിയിട്ട് അതിൻ്റെ അകത്ത് കൂടെ അത് ഫുള്ള് നട്ടു കൊടുത്താൽ നല്ല പൂവുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് അതൊന്ന് ചെയ്ത് വെക്കണം, അത് വൃത്തിയാക്കണം. കുറേ സാധനങ്ങളുണ്ട്, തൂമ്പയും കണ്ണിക്കേണ്ടത് ഒന്നും ഒതുക്കുന്നൊന്നുമില്ല. എന്തായാലും ഇവിടെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ വേണം. നമ്മൾ ചൂലുണ്ടാക്കാനായിട്ട് ചെത്തിക്കൊണ്ടിട്ട പുല്ലില്ലേ, അതൊന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് മുറ്റത്തായിട്ട് താഴെ ഇട്ടിട്ട് ഇത് മുകളിലൊന്ന് കൊണ്ടുപോയിട്ടിട്ട് ഒരു ചവിട്ടിയൊക്കെ ചൂലാകെ നാശാക്കുക. ചിറ്റീമ്പിൻ്റെ ഓല ഒന്ന് പെറുക്കിയിട്ട് മുകളിൽ കൊണ്ടിടാനായിട്ട് പോവുകയാണേ. അപ്പം ഇതിൻ്റെ ഓല കാണുമ്പോൾ ഒരു ചൂല് പോലെയൊക്കെ തോന്നണ്ടേ, ഒരു വീട്ടിൻ്റെ ഉള്ളടിക്കുന്ന ചൂല് അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഓലയൊക്കെ ഒന്ന് പെറുക്കിയിട്ട് മുകളിൽ കൊണ്ടിട്ടേ. ആ കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് വട്ടയപ്പ് എടുത്തുകൊണ്ട് കൊടുക്കട്ടെ, എന്നിട്ട് നമുക്കിത് കൊണ്ട് മുകളിലിടാം. കരയാൻ തുടങ്ങും അല്ലെങ്കിൽ. കുഞ്ഞിന് ഞാൻ വേഗം ഒന്ന് മുറിച്ച് കൊടുത്തോട്ടെ. അത് തണുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് മുറിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. ഇനിയിപ്പം നമുക്കുള്ളത് കുറച്ച് തണുത്തിട്ടുണ്ടായിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഇനി ഒന്ന് മുറിച്ച് നോക്കട്ടെ. മുന്തിരി കണ്ടപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായിട്ടോ. വേഗം എന്താണെന്നുള്ളത് നോക്കി രാവിലെ കഴിക്കാൻ. എന്നിട്ട് മുന്തിരി ഇങ്ങനെ മുകളിൽ കൂടെ കണ്ടപ്പോഴത്തേക്ക് വേഗം ഓടി വന്നിരുന്ന് കഴിക്കാനായിട്ട്. കൈ കൊണ്ടെടുക്കുന്നതാണ് നല്ലത്. അതാ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോൾ നല്ല ഹാർഡായിരുന്നു. നമ്മൾ അതുകൊണ്ട് കുറച്ച് തേങ്ങാവെള്ളത്തിൽ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല, ചൂട് വിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കുള്ള വട്ടയപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ചായ കുടിക്കാവേ. ആര് ലൈറ്റ് കത്തിയോ? എവിടെ ലൈറ്റ് കത്തിയേ? അപ്പാപ്പ കഴിക്കാം, നമുക്ക് അപ്പാപ്പ തരാം നിനക്ക് തോണ്ടി എടുക്കല്ലേ. ഇത് കഴിക്കേ. മുന്തിരി മാത്രം എടുക്കാൻ പാടില്ല, അത് ഞാൻ ശരിയാകാം. പാട വേണോ? സൂപ്പറാ. മധുരം കുറവാട്ടോ വട്ടയപ്പത്തിന്, നല്ല കുറവാണ്. സാധാരണ നമ്മൾ വെള്ളം ഇട്ടിട്ടുണ്ടാക്കിയിട്ട് ശർക്കര പഞ്ചസാര ഇട്ടുണ്ടാക്കിയപ്പോഴത്തേക്ക് മധുരം കുറവായി. നല്ല സോഫ്റ്റ് ആട്ടോ, രസമുണ്ട്. നല്ല മയം വരാനായിട്ട് അമ്മ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഉച്ചത്തേക്ക് ഉരുളക്കിഴങ്ങ് തോരൻ വെക്കാനായിട്ട് പോവുകയാണേ. ഉരുളക്കിഴങ്ങ് ഒന്ന് ചെത്തി എടുക്കട്ടെ. ഞാൻ ഏർമാടത്തിൻ്റെ മുകളിൽ വന്നു കേട്ടോ. നല്ല രസമായിട്ട് ഇവിടെ ഇരിക്കാം. നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണേലും നല്ല കാറ്റായിരിക്കും. പിന്നെ ഈ ഏർമാടത്തിൻ്റെ ചുറ്റും ഈ നമ്മുടെ മാവിൻ്റെയും പ്ലാവിൻ്റെയും ഇലകളാണ് കേട്ടോ. അതൊരു പ്രത്യേക രസമാട്ടോ. പിന്നെ ഈ മുറ്റം വരുന്ന സൈഡിൽ അവിടെ മരമില്ല, റോഡ് വരുന്ന സൈഡിലും ഇല്ല. പക്ഷെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഭാഗമില്ലേ, ഇതിൻ്റെ ചുറ്റുഭാഗം ഫുള്ള് ഇലകളാണേ. ഒരു നല്ല തണുപ്പാണ്. എത്ര വെയിലും ചൂടുവാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു തണുപ്പാണ്. ഏർമാടത്തിൻ്റെ വീഡിയോ എന്താ കാണിക്കാത്തതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കമൻറ്റും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേർക്ക് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അല്ലറ ചില്ലറ പണിയും കൂടി ഉണ്ട്. അതാണ് ഞാൻ പിന്നെ ഇത്തിരി തിരക്കുമായി ക്രിസ്മസൊക്കെ ആയിട്ടേ, അതാണ് ഇത്തിരി വൈകിപ്പോയതേ. നമുക്കിനി ചെറുതായിട്ട് കുറച്ചൊന്ന് ഒരു പെയിൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ടൊന്നുണ്ട്. ചെറിയ അങ്ങനത്തെ പണികളാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏർമാടം കാണിക്കാം കേട്ടോ. നല്ല നമുക്ക് വൈകുന്നേര സമയത്തും രാത്രി നമുക്ക് വേനൽക്കാലമൊക്കെ ആയിട്ട് ആയിക്കഴിഞ്ഞാൽ കിടക്കാനൊക്കെ അടിപൊളിയാണിത്.
ഒന്ന് ഉരുളക്കിഴങ്ങ് ചെത്തിയെടുക്കട്ടെ. ഉരുളക്കിഴങ്ങ് കേട് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ തോരൻ വെക്കുകയാണെങ്കിൽ കുറേ അങ്ങ് കേടാവാതെ നമ്മളെന്തെങ്കിലും കഴിക്കാമല്ലോ. അത് നമ്മൾ പിന്നെ സാമ്പാറിലിടുകയാണെങ്കിലും കറി വെക്കുകയാണെങ്കിലും അധികമായിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കില്ല. തോരൻ വെക്കുകയാണെങ്കിൽ കുറച്ച് അധികം എടുക്കത്തുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരുപാട് വലുപ്പമില്ലാതെ എന്നാൽ കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. മെഴുക്ക് വരട്ടിക്ക് ഒരുപാട് നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന ആ രീതിയിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് നീളത്തിൽ അത്യാവശ്യം കട്ടി കുറച്ചെന്നാൽ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ആണ് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതുപോലെയായിട്ട് മുറിച്ചെടുക്കുന്നത്. തോരൻ വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒഴിക്കാതെ ഇനി നല്ല തീയുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കടുകിടാം. കടുകും കറിവേപ്പിലയും ഇടാം. നമുക്കിതിലോട്ട് ഇനി കുറച്ച് ഉണക്കമുളക് ചതച്ച് വെച്ചേക്കുന്നത് ഇടാം കേട്ടോ. എരിവിനുള്ളത് ഇടാം. ഇതാ നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ ഇതിടുകയാണ്. ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അത് നന്നായിട്ട് ചൂടായി. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാനി. നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് ഉണക്കിയെടുക്കില്ലേ. എന്തുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒരു വറുത്ത പോലത്തേക്ക് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ആട്ടോ ആക്കി എടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഇത് ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയുണ്ട്, ബീൻസ് തോരനുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഉണക്കമീൻ വറുത്തുണ്ട്, മുളകുണ്ട് കേട്ടോ. ഉണക്കമീൻ ഇന്നലെ വറുത്ത 2 കഷ്ണമുള്ളൂ. അപ്പോൾ അതിൽ ഒരു കഷ്ണം അമ്മയ്ക്കും ഒരു കഷ്ണം എനിക്ക്. കുഞ്ഞു മുന്തിരിയൊക്കെ കഴിച്ചിട്ട് ചോറ് കഴിക്കാൻ നടക്കുക. പിന്നെ ബീൻസ് തോരനുണ്ട്, സാമ്പാറുണ്ട് കേട്ടോ. തലേദിവസം വെക്കുന്ന കറികൾ തീർന്നിട്ടില്ലെങ്കിൽ 2 കറി 3 കറിയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കറി ഒരു സാമ്പാർ ഇത്രയും ഉണ്ടാവുള്ളൂ. ചില ദിവസം ഒരു തോരൻ മാത്രം, അല്ലെങ്കിൽ ചില ദിവസം സാമ്പാർ മാത്രം. പച്ചക്കറി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേടുവന്ന് പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെക്കുള്ളൂ കേട്ടോ. കറി സാമ്പാർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കറിയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. അതാ അമ്മയും കുഞ്ഞും കൂടെ ഇപ്പോൾ സിന്ധു ചേച്ചി അങ്ങോട്ട് പോയേക്കുക. അമ്മ കഴിച്ചായിരുന്നു, കുഞ്ഞ് കഴിക്കാതെ നടക്കുന്നത്. സാമ്പാറും നാരങ്ങ അച്ചാറും ചെറുനാരങ്ങ അച്ചാറും അല്ലെങ്കിൽ വടുകപ്പുളി ആണെങ്കിൽ അച്ചാർ നല്ല ടേസ്റ്റ് അല്ലേ കൂടെ കഴിക്കാനായിട്ട്. ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ സാമ്പാറൊക്കെ വെക്കുമ്പോൾ ചെറുനാരങ്ങ അച്ചാർ നല്ല ഇഷ്ടമാണ്. അല്ലാതെ പുളിയൊക്കെ ഉള്ളതിൻ്റെ കൂടെ ഒന്നും കഴിക്കാറില്ല. ഇങ്ങനെ എരിവുള്ളതിൻ്റെ എന്തെങ്കിലുമൊക്കെ കൂടെയാണെങ്കിൽ കഴിക്കും. സാമ്പാറിനൊക്കെ നമ്മൾ പൊതുവെ പുളി കുറച്ചല്ലേ ഇടാറുള്ളൂ. നല്ല വെയിലുള്ള ദിവസമായിട്ടെന്നാ, നല്ല വെയിലുണ്ട്. പക്ഷെ നമുക്ക് ചുറ്റും മരമായതുകൊണ്ട് മുറ്റത്തോട്ടൊന്നും വെയിൽ വരത്തില്ല. ബാക്കിൽ കണ്ടില്ല നല്ല വെയിലുണ്ടെന്ന്. ഇനി നമുക്ക് എപ്പോഴാണ് വെയിൽ വരികയെന്ന് വെച്ചാൽ വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്ക് ഈ മുറ്റത്തേക്ക് വെയിൽ വരും. അത് അവിടെ നിന്ന് ഇങ്ങനെ വരും. അതുവരെ നമുക്ക് രാവിലത്തെ ഒരു ചെറിയ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ, എന്നാലും രാവിലെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഒരു കുറച്ച് നേരം ഈ മുകളിലോട്ടൊരു 12 മണി കഴിയുമ്പോൾ കുറച്ച് വെയിൽ വന്നാൽ പിന്നെ വൈകുന്നേരമാണ് പിന്നെ മുറ്റത്ത് വെയിൽ വരണമെങ്കിൽ. സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിൽ വെയിൽ വരും, ഒരു സൈഡിൽ വെയിൽ വരത്തില്ല കേട്ടോ. ഒരു കണക്കിന് നോക്കുമ്പോൾ സുഖമാണ്. നമുക്ക് വെയിലൊന്നും കൊള്ളില്ല. നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി എപ്പോഴും ഇരിക്കാം. നല്ല കാറ്റും തണുപ്പൊക്കെ തോന്നും വെയിലില്ലാത്തതുകൊണ്ട്. എന്നാൽ എന്തെങ്കിലും ഉണങ്ങാനൊക്കെ ഇടുക, തുണിയൊക്കെ ഉണങ്ങി കിട്ടും അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ. അല്ലെങ്കിൽ വെയിലില്ലെങ്കിൽ തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ പാടാം. പിന്നെ കുരുമുളകൊക്കെ ഉണങ്ങാനായിട്ടുള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട്. കിഴങ്ങ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണെങ്കിൽ കഴിക്കാം. നമുക്ക് ഈ മഴമൂടലൊക്കെയുള്ള സമയത്ത് തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണേ. എന്നാൽ വീടിൻ്റെ മുകളിൽ കുഴപ്പമില്ലാതെ കുറച്ച് വെയിലൊക്കെ കിട്ടും. താഴോട്ടേ ഉള്ളൂ. ഈ മരങ്ങൾ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ വെയിൽ വീടിൻ്റെ മുകളിലോട്ട് വരും. പക്ഷെ മുറ്റത്തോട്ടൊന്നും അങ്ങനെ വെയിൽ വരത്തില്ല. പിന്നെ കഴിക്കട്ടെ കേട്ടോ. കുറച്ച്
കുറച്ച് വിറക് വെട്ടിയെടുക്കാനായിട്ട് മുകളിലോട്ട് വന്നതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ വലിയൊരു ഈട്ടി ഉണ്ടായിരുന്നു. ആ ഈട്ടിയുടെ ചോല ഇടയ്ക്കാട്ടോ ഇറക്കിയത്. അപ്പോൾ ഇവിടെ കിടന്ന് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് കത്തിക്കാനുള്ള പരുവത്തിനാക്കിയിട്ട് വെട്ടി താഴോട്ട് ഇട്ടാൽ മതി കേട്ടോ, ചുമന്നുകൊണ്ട് പോകുന്നു വേണ്ട. നമ്മുടെ അടുക്കളയുടെ ആ ഒരു ഭാഗത്ത് തൊട്ട് താഴെ കട്ടിങ് ആണ് നമ്മുടെ വീട്ടിൻ്റെ, അപ്പം അങ്ങോട്ട് ഇട്ടാൽ മതി. നമുക്ക് പിന്നെ അവിടെ നിന്ന് പിന്നെ അടുക്കളയിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ചുമന്നുകൊണ്ട് പോകുന്നു വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെട്ടി ചെറുതാക്കി എടുക്കുവാണേ. ചുള്ളി വിറകും ഉണ്ട്, വലിയ വിറകും ഉണ്ട്. ഈ ചോല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ ചുള്ളി വിറക് കിട്ടും കേട്ടോ. കുറേ വർഷങ്ങൾ വെട്ടാതെ ഉള്ളത് ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വണ്ണമുള്ള വിറകുകൾ കിട്ടുള്ളൂ. അതിൽ കൂടുതലും ചുള്ളി വിറകായിരിക്കും. നമ്മുടെ വീടിൻ്റെ പുറകിൽ ചെറിയൊരു കട്ടിങ് ഉണ്ട് കേട്ടോ. ഒരു നമ്മൾ നേരെ നിന്ന് താഴെ കിടക്കുന്ന പോലത്തെ ഒരു കട്ടിങ് ഉണ്ട്. അവിടെയായിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പയർ അതുപോലെ അങ്ങനത്തെ ഇതൊക്കെ ആട്ടോ നട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പയറുണ്ട്, അതിലൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പയറൊക്കെ. വീടിൻ്റെ നേരെ പുറകിലാണ്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് അങ്ങനെ കണ്ണിക്കണ്ട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചോളം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ കായ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ വീണ്ടും ഒരു കട്ടിങ് പോലെയാണ്. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. വലിയ അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണേ. അതുണ്ടോ, അത്യാവശ്യം നല്ല തെളിച്ചുള്ള സ്ഥലം. ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഏർമാടം. അപ്പോൾ ഇത് ഇത്ര ഹൈറ്റിലാട്ടോ ഏർമാടം നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ അതൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. സ്റ്റാറൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ, നല്ല തെളിച്ചുള്ള കുറച്ച് ഭാഗമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി നടാമെന്ന് വിചാരിച്ചിട്ട് വിറക് വെട്ടി കഴിഞ്ഞപ്പോൾ എന്നാൽ ഒന്ന് ചെത്തിയിടാമെന്ന് വിചാരിച്ചു. ഇവിടെ ചെത്തി ഒന്ന് കിളച്ചിടാമെന്ന് വിചാരിച്ചു. കുറേ ചപ്പും ചവറും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറമ്പിൽ കൂടെ ചെത്തിയിട്ട് പുല്ലും വളർന്നു വന്ന പുല്ലൊക്കെ ഒന്ന് കാട് വെട്ടിയിട്ട് എല്ലാം കൂടെ ഇങ്ങനെ കൂടിക്കിടപ്പുണ്ട്. പിന്നെ കുറേ വാഴയുടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വാഴവള്ളി അതും ഇതൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഒതുക്കാൻ നോക്കി. സ്ഥലം കുറവായതുകൊണ്ട് എങ്ങോട്ടാണ് ഒതുക്കുക എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളം വരുന്ന ഓസ് ഇതിലിട്ടേക്കുന്നേ, അതിൽ ചെതൽപ്പുറ്റിൻ്റെ അകത്ത് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഞാനെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം വരും കേട്ടോ. ചെതൽ നമ്മുടെ ഓസിൻ്റെ ഒരു ഇച്ചിരി ഭാഗം എലിയൊക്കെ കാർന്നേക്കുന്ന പോലെ കാർന്നേക്കുവാണ്. ചെതൽപ്പുറ്റുന്ന് തന്നെ കാർന്നതായിരിക്കും, നമ്മുടെ ചെതൽ തന്നെ കാർന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മണ്ണിൻ്റെ അടിയിലായിട്ട് അങ്ങനെ കിടന്നിട്ടുണ്ട് കുറച്ച് ഭാഗം. ഞാൻ പൊക്കിയപ്പോഴേ വെള്ളം വരാനായിട്ട് തുടങ്ങിയത്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ചെത്തി അവിടുത്തെ കുറേ കാടുകളൊക്കെ ഒന്ന് കുറേ എടുത്ത് ഒതുക്കുക കേട്ടോ. സൈഡിലോട്ട് താഴോട്ടാക്കിയാണ് വെക്കുന്നത്. നമുക്ക് താഴോട്ട് ഇടാൻ പറ്റില്ല, താഴെ നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ അല്ലേ. താഴെ നട്ട് ഉരുളക്കിഴങ്ങിലൊക്കെ കുഞ്ഞു ഉരുളക്കിഴങ്ങ് വളർന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ നമ്മുടെ നെല്ലിക്കയുടെയൊക്കെ വലുപ്പമുള്ള ചെറിയ കുഞ്ഞ് ഉരുളക്കിഴങ്ങുകളായിട്ടുണ്ട്. ഞാനൊന്ന് പറിച്ച് നോക്കിയതാണേ. അപ്പോൾ ഇനി എന്തെങ്കിലും ചാണകപ്പൊടിയൊക്കെ അതിൽ കുറച്ച് ഭാഗം ഒന്ന് കളിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ ചെയ്യണം. പക്ഷേ അങ്ങനെ ഒരു കാപ്പിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ കൂടെ. അപ്പോൾ അപ്പുറത്ത് കുറേ വിറക് കിടക്കുക. അപ്പോൾ കുറേ വിറകെടുത്ത് മാറ്റി അങ്ങോട്ട് കുറച്ചുകൂടെ സ്ഥലം കിട്ടും. ഇപ്പോൾ കുറച്ച് ചെയ്തിട്ടുള്ളൂ. നമുക്ക് സമയം കിട്ടുന്ന പോലെ അല്ലെങ്കിൽ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ നനച്ച് ഇത് മണ്ണൊക്കെ ഒന്ന് പൊട്ടിച്ച് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ നടാനായിട്ട് നോക്കാം. കഴിഞ്ഞു ഇനി താഴോട്ട് പോട്ടെ. മുകളിലത്തെ പണി കഴിഞ്ഞ് അങ്ങനെ ഞാൻ താഴോട്ട് വന്നു കേട്ടോ. താഴെ വന്നതും കുഞ്ഞിന് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കിടത്തി ഉറക്കി. ആളെ കുറച്ച് നേരം ബെഡിൽ കിടത്തിയിട്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആൾ ഉറങ്ങിക്കോളും. ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് സമയം കഥ പറഞ്ഞു കൊടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കമൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഥയൊക്കെ കേൾക്കുമ്പോൾ ഉറങ്ങിക്കോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇനി ഇവിടെയും കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. ഇതും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ നമ്മുടെ പുല്ലില്ലേ, ആ പുല്ലും വളർന്ന് പിന്നെ ഈ തൂക്കിയിടുന്ന ഒരു ചെടിയില്ലേ, ആ ചെടിയും കൂടെ ഫുള്ള് വളർന്നിട്ടേ മണ്ണ് ഇളക്കാനോ ഇളകാതെയും ചെടി വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. വളം ഇട്ട് കൊടുത്താൽ പോലും അതൊന്നും മണ്ണിലോട്ട് ശരിക്കും എത്തത്ത് പോലുമില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചെടിയൊക്കെ പറിച്ച് കളയും. ഇത് പറിച്ച് കളഞ്ഞാലും ഇത് പോകുന്ന ചെടിയൊന്നുമല്ല, ഇത് വീണ്ടും വളർന്നു വരും. ഇതിൻ്റെ എന്താ പറയുക, വേരും ഇതൊക്കെ മണ്ണിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇത്ര ചെത്തി വൃത്തിയാക്കി കളഞ്ഞാലും അല്ലെങ്കിൽ മൊത്തത്തിൽ ചെത്തണം. ചെടിയൊന്നും നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ആ മരവും പിന്നെ ആ വെള്ളപ്പൂണ്ടാണ് ചെടിയില്ലേ, അതിങ്ങനെ 4 വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മരം, പിന്നെ 4 ചെടി അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെടി കയറിപ്പോയിണ്ടായിരുന്നു, വള്ളിച്ചെടി. അപ്പോൾ അതൊക്കെ പറിച്ച് കളയാണ്. ഇടയ്ക്ക് പുഴുക്കേട് പോലെയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചാരമൊക്കെ ഇട്ട് കൊടുത്തൊക്കെ അത് ഇവിടെ ഉണ്ട്.
പിന്നെ എന്താ പറയുക, ഈ ചെടി വല്ലാണ്ട് അടുത്തിരിക്കുന്നതുകൊണ്ട് കുഞ്ഞിൻ്റെ ഒരു തൂമ്പയായിട്ടത്, കുഞ്ഞിത്തൂമ്പ അത് വെച്ചിട്ടൊന്ന് ചിരണ്ടി കളയാണ്. കുഞ്ഞിന് കളയ്ക്കാൻ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഏട്ടൻ വാങ്ങിക്കൊടുത്ത തൂമ്പയായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ച് മുറ്റം കളയ്ക്കലും സൈഡ് കളയ്ക്കുകയൊക്കെ ചെയ്യും. കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. ഞാൻ അത് വെച്ച് ഇങ്ങനെ വടിച്ചു വിടണം. അപ്പോൾ കുറേ ആ ചെടിയുടെ വേരും ഇതൊക്കെ പോകുന്നുണ്ട്. പുല്ല് ചെത്തി കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞുറങ്ങിയ സമയത്ത് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടെ മണ്ണിന് ഇളക്കമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ അപ്പുറത്തെ സൈഡ് ഒട്ടും മണ്ണിന് ഇളക്കമില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഭയങ്കര തറവായിട്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അമ്മ അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാനൊന്ന് ഫുള്ളൊന്ന് വടിച്ചൊക്കെ കളഞ്ഞിരുന്നു, തട്ടിക്കൊട്ടിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ വലിയ തൂമ്പ് വെച്ചിട്ടൊന്ന് മണ്ണ് ഇളക്കി വിടുന്നുണ്ട്. നമുക്ക് ചേച്ചിയുടെ അവിടെ നിന്ന് കുറച്ച് ചാണകപ്പൊടി കൊണ്ടുവരാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇടാനുള്ള ചാണകപ്പൊടി കൊണ്ടുവരാം. നമുക്ക് പിന്നെ എവിടെ നിന്നെങ്കിലും പോയിട്ട് 2-3 ചാക്ക് ചാണകപ്പൊടി കൊണ്ടുവരണം കേട്ടോ. നമുക്ക് മുകളിൽ എവിടെ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ, എന്തെങ്കിലും ഈ പയറൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് വളരുമല്ലോ. അല്ലെങ്കിൽ ഇത്തിരി പാടാണ് ഇതൊക്കെ ഒന്ന് വളർന്നു വരാനായിട്ട്. നല്ല അത്യാവശ്യം ഉറച്ച് കിടക്കാട്ടോ. അവിടെ ജമന്തിയൊക്കെ ഉണ്ടായിരുന്ന അവിടെ നിർത്തി. പിന്നെ പയറും കളഞ്ഞില്ല കേട്ടോ. പയർ എന്തായാലും ഇനി കുറച്ച് നാളൊക്കെ കഴിഞ്ഞാൽ പയർ എന്തായാലും കളയണം. ഇപ്പോൾ അത്യാവശ്യം പയറുണ്ടാവുന്നുണ്ട്. ഒരുപാട് ഉണ്ടാവുന്നില്ലെങ്കിലും നമുക്ക് കുറേശ്ശെ കറി വെക്കാനുള്ള കിട്ടുന്നുണ്ട്. അതേപോലെ ഒരു 3-4 സ്ഥലത്ത് പയറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പറിക്കുമ്പോൾ ഒരു തോരനുള്ളതൊക്കെ കിട്ടാറുണ്ട്. വെറുതെ കളയണ്ടെന്ന് വെച്ചാൽ അത് അവിടെ തന്നെ നിർത്തി. പിന്നെ സിന്ധു ചേച്ചിയുടെ അവിടെ പോയിട്ട് ചാണകപ്പൊടി എടുത്തു. ചാണകം ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. നല്ല ഉണങ്ങിയ കുറച്ച് പൊടി കിട്ടിയുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് വന്നു. ഇനി അവിടെ ഉള്ളത് പച്ചപ്പൊടി, അത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഉണക്കപ്പൊടിയല്ല നല്ലത്. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ പശുവുള്ളവർ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഒരു 3-4 ചാക്ക് ചാണകപ്പൊടി എടുത്തിട്ട് വരണം. ഇപ്പോൾ എടുത്തത് നമ്മൾ ആ ചെത്തി വൃത്തിയാക്കി കിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ. അപ്പോൾ അതിൻ്റെ ആ ചെടിയുടെ ചോട്ടിൽ കൂടെ ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാത്രം മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോൾ വെയിൽ നന്നായിട്ട് ഇങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാവും കേട്ടോ നമ്മുടെ ഇങ്ങോട്ട് വെയിൽ വരാൻ. അതുവരെ ഇവിടെ ഒരു തണലായിരിക്കും. സൂര്യൻ അപ്പുറത്തെ മരയിലെത്തുമ്പോഴാണ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഒരു വെയിൽ വരിക. ചാണകപ്പൊടി ചെടിയുടെ ഇടയിൽ കൂടെ ഇപ്പോൾ ഒന്ന് തട്ടി നീക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഉണ്ണിയേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇതാ ചാണകപ്പൊടി ഇട്ടു കേട്ടോ. ശരിക്കും ഉണങ്ങിയിട്ടില്ല ചാണകപ്പൊടി, അപ്പോൾ കുറച്ച് കൊണ്ടുവന്നല്ലോ കേട്ടോ. ഈ ചാണകം കുറേ നാൾ കിടന്ന് കഴിയുമ്പോൾ അതിങ്ങനെ കൊത്തി ഇളക്കി ഒന്ന് ഉണങ്ങാനായിട്ടിടും. ശരിക്കും ഉണങ്ങി വന്നില്ല. അങ്ങനെ ഉണങ്ങിയാലേ നല്ലതാവുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഉണങ്ങിയതിങ്ങ് എടുത്തിട്ട് പോന്നു. അല്ലെങ്കിൽ ഞാൻ നനച്ച് കൊടുക്കട്ടെ കേട്ടോ. സൂര്യനിപ്പോൾ ഇങ്ങോട്ടായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഇടയിൽ കൂടെ, ആ ഇലയുടെ ഇടയിൽ കൂടെ കാണാം. അപ്പോൾ വെള്ളവും കൂടെ അവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ട് കാണാം. മഴവില്ലല്ല, എന്നാലൊരു ആ വെളിച്ചം വരുന്നതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നനച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളിക്കാൻ പോട്ടെ. നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീണ്ടും ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി. ചിക്കൻ വാങ്ങിയിട്ട് എന്തായാലും ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി കാര്യം. ഏട്ടൻ വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഞങ്ങൾ കുളിക്കാനായിട്ട് തോട്ടിലോട്ട് വന്നു കേട്ടോ. കുറേ ദിവസമായി കുഞ്ഞിനെ തോട്ടി കൊണ്ടുവന്നിട്ട്. കുഞ്ഞിങ്ങനെ പറഞ്ഞു ഞാൻ തോട്ടി കൊണ്ടുപോകുന്നു എപ്പോഴും പറയായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് തുണി, ഈ കുഞ്ഞിന് 2-3 സ്വെറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അതിൻ്റെ ഈ രോമ ഇളകണ പോലത്തെ ഒരു മാതിരി സ്വെറ്റർ. അത് നമുക്ക് അല്ലാതെ അലക്കാൻ പറ്റില്ല, കുറച്ചധികം വെള്ളത്തിൽ അലക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ അതും എടുത്തിട്ട് വന്നു. കുഞ്ഞിനെ എടുത്തിട്ട് വന്നു. കുഞ്ഞ് കുളിച്ചോട്ടോ, വേഗം കുളിക്കണോ. നമ്മൾ തുണി അലക്കട്ടെ. അയ്യോ അവിടെ ഇരുന്നോ? ഇരുന്നതാണോ? നനഞ്ഞോടാ? നമ്മുടെ സ്വത്ത് നനഞ്ഞോ? വെള്ളത്തിൽ മുങ്ങിയതാണോ? ഈ സ്വെറ്ററും വേറൊരു സ്വെറ്ററും ഉണ്ടേ. അതിൻ്റെ ഒരുമാതിരി രോമം പോലത്തെ സാധനം കുഞ്ഞിൻ്റെ മേത്ത് വിട്ട് കഴിഞ്ഞാൽ ഫുള്ളാവും. മീമിനെ പിടിക്കടാ കണ്ണാ, മീമിനെ പിടിക്ക് വേഗം. നീന്തി കുളിക്കാൻ പോവാണ്. ആ നീന്തി കുളിച്ചോ? അയ്യോ അയ്യോ
ചോ വെള്ളച്ചാട്ടം വന്നോ? എവിടെ? ആണോ? തണുക്കട്ടെ. ഇനി വെള്ളച്ചാട്ടത്തിൽ ചാടി തണുക്കാതിരിക്കുവോ അല്ലേ? വെള്ളമല്ലേ, തണുക്കുവേ. ഇനി കുളിച്ചിട്ട് വേഗം വീട്ടിൽ പോട്ടെ കേട്ടോ. അപ്പം തന്നെ സമയം സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ വേഗം കുളിക്കട്ടെ. കുളിച്ചിട്ട് വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ബക്കറ്റ് ചിക്കന് വിറകൊക്കെ എടുത്ത് വെക്കണം. വിറകൊന്നും എടുത്ത് വെച്ചിട്ടില്ല, ഇനി എല്ലാം റെഡി ആക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, അമ്മ വിളക്കൊക്കെ വെച്ചു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭൂരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്ത് വന്നിരുന്നു. ഭൂരിയും നമ്മൾ ബക്കറ്റ് ചിക്കനുമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ബക്കറ്റ് ചിക്കനുള്ള മസാല തേച്ച് വെക്കണം, ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നാലും അത് സെറ്റായി വരുള്ളൂ. ഭൂരിക്കുള്ള മാവ് കുഴച്ച് വെക്കാമെന്ന് വെച്ചു. ഞാൻ സാധാരണ ഭൂരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നുന്നത് മൈദ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലർക്ക് വയറ്റിന് പ്രശ്നം വരാറുണ്ട്, എണ്ണ അധികമായിട്ട് ഇതിൽ പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പൊടിയിൽ. ചിലർ പറയും മൈദയിലാണ് കൂടുതലതായിട്ട് പിടിക്കുക. എനിക്ക് തോന്നിയേക്കുന്നത് ഗോതമ്പ് പൊടിയിൽ പിടിക്കുന്ന. പിന്നെ ഗോതമ്പ് പൊടിയിൽ തണുത്ത് കഴിഞ്ഞാൽ ഒരു മാതിരി ഉണ്ടാവും. മൈദയിലാണെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും അമ്മ വീട്ടിലുണ്ടാക്കുക പകുതി ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു പകുതി ഗോതമ്പ് പൊടി പകുതി മൈദയായിട്ട് ഉണ്ടാക്കാമെന്ന്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കവർ ഗോതമ്പ് പൊടിയില്ല, അതാണെങ്കിൽ വലിയ പ്രശ്നമില്ല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കണ ഗോതമ്പ് പൊടിയില്ലേ, അതിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ പിടിക്കണമായിട്ട് തോന്നിയിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ കുറച്ച് മൈദയുള്ള പോലെ തോന്നാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് പൊടി നമ്മളിവിടുത്തെ കഴിഞ്ഞിരിക്കുക. ഗോതമ്പൊക്കെ ഇനി എല്ലാം പൊടിക്കണം, മല്ലിയും മുളകും എല്ലാം പൊടിക്കാനായിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അതും പൊടിക്കണം. ഞാനിവിടെ ലൈറ്റ് വെച്ചപ്പോൾ പൂമ്പാറ്റയും ഈച്ചയൊക്കെ വരുന്നുണ്ട്, കുഞ്ഞു ഈച്ചകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഞാൻ വേഗത്ത് കുഴച്ച് വെക്കട്ടെ കേട്ടോ. ഗോതമ്പ് പൊടിയും മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലൂടെ കുറച്ച് വെള്ളം ഒഴിക്കാം. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. പിന്നെ പുൽക്കൂട്ടും ഫ്രണ്ട് വന്നിരുന്ന വീഡിയോ എടുത്താണ്. എന്നാലും നമ്മൾ കുറേ പണിപ്പെട്ട് ഉണ്ടാക്കിയൊരു പുൽക്കൂടാണ്. ക്രിസ്മസിൻ്റെ അന്നൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, അതൊന്നും പറ്റിയില്ല, കൊടിയേറ്റൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും പുൽക്കൂടൊക്കെ ഒന്ന് കാണിച്ചിരണ്ടേ, കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഞാനതുകൊണ്ട് വന്നിരുന്നതാണ് കേട്ടോ. ഇനി ഈ കട്ടിൽ ഇവിടെ തന്നെ കിടക്കുമായിരുന്നേ, മുറ്റത്തെ. നന്നായിട്ട് കുഴക്കട്ടെ. നല്ല ചൂട് കാറ്റ് എവിടെ നിന്നോ വരുന്നുണ്ട്. തണുത്ത നല്ല അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ അപ്പോൾ, പക്ഷെ ചൂട് കാറ്റ് എവിടെ നിന്നോ വരുന്നുണ്ട്. ഇത്രയും നേരം വെയിലായിരുന്നിട്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രാത്രി അങ്ങോട്ട് ആവും തോറും തണുപ്പ് നല്ല തണുപ്പായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഈ ഭൂരി പരത്താനായിട്ട് ഒരു പ്രസ്സില്ലേ, ചപ്പാത്തി പ്രസ് എന്നൊക്കെ പറയുന്നത്, ആ സംഭവത്തിലാട്ടോ ഞാൻ പരത്തപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ചപ്പാത്തി കല്ലിൽ തന്നെ പരത്തിയെടുക്കുക ചെയ്യുക. എണ്ണ തേച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ട് 2 പ്രാവശ്യം പ്രസ് ചെയ്ത് അങ്ങനെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ടാൽ മതി, അത് സെറ്റായിട്ട് വരാറുണ്ടേ. ഭൂരിയുടെ മാവ് കുറച്ച് നേരം അത് എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എടുത്തൊന്ന് പരത്തുവാണേ, ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തി വെക്കുകയാണ്. അപ്പം നമുക്ക് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് റൗണ്ടാക്കി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2.5 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടിച്ച നമ്മുടെ രാവിലെ ഉരുളക്കിഴങ്ങിന് ഇട്ടില്ലേ, അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചിക്കനിൽ ഇടാനായിട്ട് എടുത്തോട്ട്. അതങ്ങനെ ഇതിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇങ്ങനെ മുളക് പൊടിച്ചത് ഇട്ടിട്ടുണ്ടെങ്കിൽ. മുളക് പൊടിയല്ല, മുളക് ചെറുതായിട്ട് ചതയ്ക്കുക, എന്താ പറയുക, അങ്ങനെ ആക്കിയത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. പുറമേ മാത്രമായിരിക്കും കൂടുതൽ ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ. ഇത്തിരി പിടിക്കാൻ കുറച്ചധികം സമയം എടുക്കും. നമ്മളിപ്പോൾ ഉപ്പ് നോക്കിയിട്ടേ ഇടാവുള്ളൂ. ഒരുപാട് ഉപ്പിട്ടാൽ പുറമേയുള്ള മസാല കുറച്ച് ചിലപ്പോൾ പൂത്തൽ വരും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചധികം ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മസാല കുറച്ച് അധികം ഇടുന്നതായിരിക്കും നല്ലത്. ഞാൻ ചിക്കൻ മസാല കുറച്ചിട്ടിട്ട് നമ്മുടെ ഇതൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയേക്കുന്നത് ചിക്കൻ മസാല കുറച്ച് ഇടുന്നതായിരിക്കും നല്ലതായിട്ടാണ് തോന്നിയേക്കുന്നത് കേട്ടോ. കുറച്ചധികം ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ചിലവരിതിൽ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ
ഉണ്ടാക്കിയപ്പോൾ ഇതുവരെ അങ്ങനെ മുട്ട ചേർത്തിട്ടില്ല. പകരം തൈര് ചേർക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൈര് എടുത്തിട്ടില്ല കേട്ടോ. പകരം ഞാൻ കുറച്ച് വിനാഗിരിയാണ് ചേർക്കാൻ പോകുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് മുഖ്യമായിട്ടുള്ള സാധനമാണ് കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങ നീരും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇനിയും വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ഓയിലും കൂടെ ഇതിലോട്ട് ഒഴിക്കണം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ കൂടുതൽ നല്ലത്. മയോണൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇവിടെ പൊതുവെ അതിന് താല്പര്യക്കുറവാണ്. ഉണ്ണേട്ടൻ മാത്രമേ കഴിക്കാറുള്ളൂ, വേറെ ആർക്കും അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം, തീരെ വെള്ളം കുറവാണ്, അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കനെ നമുക്കിനി ഒന്ന് വരഞ്ഞെടുക്കാവേ. ഞാനിപ്പോൾ പുതിനയിലയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കത്തിയാട്ടോ അത്. രാത്രിയായിട്ടേ പ്രാണികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വരഞ്ഞെടുക്കാവേ. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കാല് വിട്ടുപോയാൽ നമ്മുടെ പണി പാളും. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ചുകൂടി ഉപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. ഉപ്പ് തികയില്ല, കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇനി മസാല ഇതിലോട്ട് തേക്കാവേ നമ്മുടെ ചിക്കനിലോട്ട്. ഉള്ളിലോട്ടൊക്കെ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല തേച്ച് പിടിപ്പിക്കണം, എല്ലാ സൈഡിലും. ഈ ഭാഗത്തും കഴുത്തിൻ്റെ അവിടെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാവേ. ഇപ്പം നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ വെക്കാം കേട്ടോ. എന്തായാലും ഒരു 1.5 മണിക്കൂർ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാം. നമുക്ക് ചിക്കൻ്റെ ഉള്ളിലോട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മസാലയൊക്കെ ഉള്ളിലിട്ട് വെച്ച് നോക്കാം. ഉള്ളിൽ പുതിനയിലയും മല്ലിയിലയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒന്നും ഇതേപോലെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. 2 മണിക്കൂറെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അത്ര നേരം ഇരിക്കട്ടെ. ഇപ്പം ഇതാ ഞങ്ങൾ പൂരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. കന്നാസിലാണ് കേട്ടോ എണ്ണ നല്ല കൊട്ട പിടിച്ചിരിക്കുക. ഇപ്പോൾ ആദ്യത്തെ പൂരി പരത്തിയിട്ട് എണ്ണ ചൂടായി വരണേ ഉള്ളൂ. ഇപ്പോൾ പ്ലേറ്റിലിട്ട് വെക്കാം. ഈ ഒന്ന് നന്നായിട്ട് കത്തി എണ്ണ ചൂടാ. കൈമാറ്റ് അത് കട്ട് ചെയ്യണ്ട അതിൻ്റെ മോൾ ഭാഗം. പുകയുണ്ടോ അപ്പോൾ? എണ്ണ ഇതാ വല്ലാണ്ട് ചൂടായിട്ടോ. 2 ചുട്ടെടുത്തു. എണ്ണ ഒരുപാട് ചൂടായിപ്പോൾ വേഗം ഒരു പരത്തി ഊരി ഇടട്ടെ കേട്ടോ. അത് ചുരുങ്ങിയും പോയി. അയ്യോ നിക്കട പൊന്നാ അമ്മ, ഇതൊന്ന് അത് സൈഡിൽ ഒട്ടിപ്പോയി. ഒട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് വീർത്ത് വന്നേ. പക്ഷെ ഒട്ടിപ്പോയി, ഇതുകൊണ്ട് വീർത്ത് വന്നില്ല. നമുക്ക് മറിച്ചിടാവേ. ഭൂരി ചുട്ടുകൊണ്ടിരിക്കുക. അതവിടെ ഭൂരി കഴിച്ചുകൊണ്ടിരിക്കുക. നല്ലതാണ് ഭൂരി. കൊള്ളില്ലേ? എന്നിട്ട് 2 കഴിച്ചല്ലേ ഇപ്പോൾ? കൊള്ളുവോ? ഇല്ല, വേണ്ട, ഇപ്പോൾ കൊള്ളില്ല. വയറ് നിറഞ്ഞിട്ട് പിന്നെ ഭൂരി ആയതുകൊണ്ട് ഇരുന്ന് കഴിക്കുകയാണ്.
പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആൾക്ക് നല്ല ഇഷ്ടമാണേ. എന്നിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. മതിയായി. ഇനിയിപ്പോൾ ചിക്കൻ ചുട്ടതൊന്നും കഴിക്കാനുള്ള സാധ്യതയില്ല, ബക്കറ്റ് ചിക്കനൊന്നും കഴിക്കാനുള്ള സാധ്യതയില്ല. ഇനി ഒരു കുറച്ച് പൂരിയും കൂടെ ചുടാനായിട്ടുണ്ട്. പരത്താനുള്ളതൊക്കെ പരത്തി കഴിഞ്ഞു. കുറച്ച് പൂരിയും കൂടെ ഒന്ന് ചുടാനുണ്ട്. അപ്പോൾ അമ്മേനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് നമുക്ക് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പോകാട്ടോ, അല്ലെങ്കിൽ ഒരുപാട് സമയം പോകും. അപ്പോൾ നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഒരു പാള വെച്ചു കേട്ടോ. എന്നിട്ട് പാള വെച്ചിട്ട് പാളയുടെ നടുഭാഗത്തായിട്ട് ഒരു കുറ്റി അടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഈ കുറ്റി അടിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാഴയില വെച്ച് കൊടുക്കാനായിട്ട്. നമുക്ക് വാഴയിൽ നിന്ന് കീറിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി എന്തെങ്കിലും കത്തിയാലും നമ്മുടെ ചിക്കൻ മണ്ടി പോകരുതല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു വാഴയിൽ അല്ല നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. തിരിച്ചല്ലേ, അങ്ങനെയല്ലേ? ചിക്കൻ നമ്മൾ ഇതാ ഈ കോലിലോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് നമുക്കിനി ആ കാലൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ, ഇറങ്ങിപ്പോകാതിരിക്കാനായിട്ട്. വലിച്ച് മുറുക്കി അപ്പോൾ കമ്പി വെച്ചിട്ടൊന്ന് മൊത്തം ചുറ്റി കൊടുക്കുന്നുണ്ടേ, അല്ലെ ചിലപ്പോൾ ഇനി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടേ മൊത്തത്തിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കിനി തട്ടൊക്കെ എടുത്ത് മാറ്റാം. നമ്മളിത് അടയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ പാട്ട വെച്ചിട്ട് അടയ്ക്കാനായിട്ട് പോകാം. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ വലിയൊരു കല്ലെടുത്ത് വെക്കണേ. ഇഷ്ടിക എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുവാണേ. അപ്പോൾ നല്ല വെയിറ്റ്, ഇനി പാട്ട മറിഞ്ഞൊന്നും പോകത്തില്ല. പാട്ട വളയുണ്ട്. പാട്ട മറിഞ്ഞും പോവില്ല, നല്ല വെയിറ്റിൽ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പം നമ്മളിനി ആദ്യം കുറച്ച് നമ്മളൊന്ന് ഏർമാടത്തിന് കൊണ്ടുവന്ന പുല്ല് ബാക്കി ഉണ്ടായിരുന്നേ, അതാട്ടോ ആദ്യം വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തീ കത്തിക്കൊള്ളുമല്ലോ. അയ്യോ അമ്മ വെക്കാനോ കുഞ്ഞാ. അപ്പം എല്ലാ സൈഡിൽ നിന്ന് ഇതേപോലെ നമുക്ക് ഓല ഇപ്പോൾ ഒരാളല്ലായിരിക്കും ഇത്. വയറ് അപ്പോൾ നമ്മളിതാ തീ കത്തിക്കാനായിട്ട് പോവുകയാണ്. അടിയിൽ തന്നെ തീ കൊളുത്തോടെ നല്ല ഉണങ്ങി കിടക്കണ പുല്ലാണേ. ഇത് ചൂടാ. നല്ല ചൂടായിട്ടോ, നല്ല തണുപ്പത്ത് മുറ്റത്ത് പാഴി കൂട്ടിയതുപോലെ ഉണ്ട് കേട്ടോ. നല്ല ചൂടായി. ഓലയിട്ട് കുറേ കത്തിച്ചു, നമ്മുടെ പുല്ലിട്ട് കത്തിച്ചു, പിന്നെ കുറച്ച് വിറകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇപ്പോൾ കത്തണതേ. അത്യാവശ്യം കുറച്ച് നേരം കത്തിച്ചിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ടാവുമോ ഇല്ലയോന്നൊന്നും അറിയില്ല. ഞങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയ സമയത്ത് ഓലയൊക്കെ ഇട്ട് കത്തിച്ചു, കുറച്ച് അധികം സമയം എടുത്തു. രണ്ടാമത് കത്തിച്ച സമയത്ത് വിറകിട്ട് കത്തിച്ചു. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ടോ. ആ ഓലയിട്ട് അത്രയും കത്തിച്ച സമയം വേണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓലയും വിറകും ഇട്ട് കത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എത്ര നേരമായി എന്തായെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. തുറക്കാനായിട്ട് പോവുകയാണേ. അയ്യോ ചിക്കനിൽ കുടുങ്ങി. തുറന്നു. ഇപ്പം ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റാ വെന്തു. കരിഞ്ഞിട്ടുമില്ല, എന്നാൽ വെന്തിട്ടുമുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതിനൊന്ന് എടുക്കാം. ഇനിയും കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോയാൽ. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഊരി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. നൂൽക്കമ്പി വെച്ച് ഊരി എടുക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. ഇപ്പം കിട്ടി. കോഴിയുടെ മല്ലിയിലയൊക്കെ പുറത്ത് വന്നു കേട്ടോ. കോഴിയുടെ മല്ലിയിലയും പുതിനയിലയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കഴിക്കാം കേട്ടോ. ഇതൊരു നാരങ്ങ ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കുവാണേ. നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു കഷ്ണം എടുക്കാനായിട്ട് പോവാണ്. ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. കഴിക്കാം കേട്ടോ. നല്ല ചൂടാണേ. ഒരു ഇച്ചിരി ഒരു പൊടിക്ക് അധികമുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമ്മളൊരു അൽഫാമ് കഴിക്കണ പോലത്തെ തന്നെ ഒരു ഇതുണ്ട് കേട്ടോ. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പൂരി
നല്ല കറുമുറുകുന്ന കേട്ടോ ഭൂരിയല്ലേ. ഒരു ഭൂരി കഷ്ണവും ചിക്കനും കൂടെ കഴിക്കാം കേട്ടോ. അമ്മ ചിക്കൻ തരാം. അതിനെരിവ് ഇവിടെ കഴിക്കുകയാണ്. ഭൂരിയും നമ്മുടെ ചിക്കനും കൂടെ. അച്ഛ വന്നിട്ടില്ല, കുഞ്ഞ് ഒരു പകുതി മയക്കത്തിൽ അന്ന് ഉറങ്ങുന്നുമില്ല കേട്ടോ ശരിക്കും. ഇനി സെറ്ററൊക്കെ ഒന്ന് ഊരിയിട്ട് ആളെ കൊണ്ട് കിടത്തണം. തോളത്ത് കിടക്കാം. അപ്പോൾ ഇതാ കഴിച്ച് കഴിഞ്ഞോട്ട് ഇനി പോയി കൈ കഴുകട്ടെ. കുഞ്ഞ് നല്ല ഉറക്കം വരുന്നുണ്ട്, ആൾ കരയുക. അപ്പോൾ കൊണ്ടുകഴിഞ്ഞ് കിടത്തി ഉറക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കറ്റ് ചിക്കൻ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.